ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി 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 അപ്പാ, നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നന്ദിയോടെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയും കരുണയും സ്നേഹവും ഒന്ന് മാത്രമേ ഞങ്ങളെ ഇന്നുവരെയും നിലനിർത്തി പരിപാലിച്ചത്. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ ഇരുന്ന കർത്താവ് പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തന ബലമുള്ള തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് തരുന്ന കർത്താവേ, സ്തോത്രം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലെ ജോലിയിലെ വിശ്രമത്തിലൊക്കെയും കർത്താവ് കൂടിയിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന പകൽക്കാലമായി മാറണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും നിയന്ത്രിച്ച് നടത്തുമാറാകണം. അവിടുന്ന് അത്യന്തപരമായ കൃപ നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ ഭാവിയെ കരുതണമേ, അവരുടെ വിദ്യാഭ്യാസം മാനിക്കണമേ, ജയകരമായി അവരെ നടത്തണമേ. പൊന്നുകരം ചാർത്ത് പിടിച്ചോണേപ്പാ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OITയും IELTSഉം പഠിക്കുന്നവർ, കർത്താവ് ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, മറ്റൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം പേരായി സമർപ്പിക്കും. എൻ്റെ സ്വർഗം സഹായിക്കണം. ജയത്തോടെ അവരെ നടത്തണം. ബുദ്ധിയും ജ്ഞാനവും നൽകണം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹങ്ങളെ പകരണമേ. അവരുടെ പ്രയത്നം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ സ്വർഗ്ഗം അവരെ കരുതിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെ അറിഞ്ഞ എല്ലാ വഴിയും വാതിലും തുറന്നു മാനിച്ചു കൊള്ളുമാറാകണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അത്യുന്നതരം മറവിലായിരിക്കണം, സർവ്വശക്തന്റെ നിഴലിൻ കീഴിലായിരിക്കണം. ആമേൻ. ആരും ഹല്ലേലൂയ ഭാരപ്പെടുവാൻ സമ്മതിക്കില്ല. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന ആരോഗ്യത്തോടും ബലത്തോടും കാത്തുകൊള്ളണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തിൽ കാത്തുകൊള്ളണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണം. കൊച്ചു പൈതങ്ങളെല്ലാം വളർത്തി തന്നെ ബാലപീഠയിൽ നിന്ന് വിടുവിക്കണേ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന തന്നെ മക്കൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്താട്ടപ്പ. കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്ത മക്കൾ സന്തോഷത്തോടെ ജീവിപ്പാൻ, ദൈവത്തെ മാനിപ്പാൻ സഹായിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിച്ചാട്ട് കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ടപ്പ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസദ്വീയോളം കൂടി ഇരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. നന്ദി 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 കർത്താവേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പനവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം കൊടുക്കണേ. ഭവനം പണിയുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണേ. അത് പൂർത്തീകരിച്ച് പാർക്കാൻ ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട്. സ്വർഗ്ഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ചെറുതും വലുതുമായ എല്ലാ ജോലിയിലും കർത്താവിൻ്റെ സാന്നിധ്യം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ബിസിനസ്സിനെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നെല്ലാം കൊടുത്ത് മാനിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമായ കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. വേദനയിൽ കൂടി കടന്നു പോകുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പാ.
വേദനാജനകമായ അവസ്ഥയെ ചൊല്ലി ഭാരപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ അവിടുന്ന് കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണം. നീ മാറാത്തവനായ മതിയായ ദൈവം, മറക്കാത്ത ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം, തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വേദനകൾക്കും അറുതി വരുത്തണമേ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമേ, സ്വർഗമിറങ്ങി പ്രവർത്തിക്കണമേ കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവ്, മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്നവരെ ഓർക്കുന്നു. മാനസാന്തരം നൽകി മാനിക്കണം. വിശേഷവേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. പട്ടക്കാരും മേൽപ്പെട്ടക്കാരും ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ഭരണകൂടത്തെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ കടന്നു വരണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, വിശ്വസ്തരായി, ദൈവകൃപ നിറഞ്ഞവരായി, അർപ്പണ മനോഭാവമുള്ളവരായി എല്ലാ കാര്യവും ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും ബലപ്പെടുത്തി സഹായിക്കണം. യാതൊരുവിധ പ്രയാസബുദ്ധികളും ഉണ്ടാകാൻ അനുവദിക്കല്ലേ എന്ന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ രോഗികളെല്ലാം തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടപ്പാ. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന അനേകായിരങ്ങളും വെന്റിലേറ്ററിലായിരിക്കുന്നവർ, ICUവിൽ CCUവിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവരെ ഒക്കെ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, ഷുഗറും പ്രഷറുമുള്ളവർ കർത്താവ്, കൊളസ്ട്രോളുള്ളവർ കർത്താവ്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവ്, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ അപ്പാ സഹായിക്കണമേ. ശരീരമാസകലം നീർക്കെട്ടും വേദനയാൽ ഭാരപ്പെടുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ കർത്താവേ, സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പായെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണം അപ്പാ. സ്തോത്രം. എല്ലാ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ. ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, അസ്വസ്ഥതകളൊക്കെ സ്വർഗമെടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മരുന്ന്, അങ്ങ് ഞങ്ങൾക്ക് വൈദ്യന, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളെ തൊട്ടാൽ മതി, ഞങ്ങളെ നോക്കിയാൽ മതി, പൂർണ്ണ വിടുതലും സൗഖ്യം ഞങ്ങൾക്ക് ലഭിക്കും. ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കണേ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കണം. ഞങ്ങൾക്കുള്ളതിനെ ഞങ്ങൾക്കുള്ളവരെയും സമർപ്പിക്കുക. സ്വർഗം സഹായിക്കണമേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ മക്കളെയും ആശ്വസിപ്പിച്ചേ മതിയാകും. ഹൃദയ സമാധാനം നൽകി സഹായിച്ചേ മതിയാകും. ഓരോ ജീവിതങ്ങളെയും പോറ്റി പുലർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. പ്രശ്നത്തിനെയും പ്രതികൂലത്തിനെയും നടുവിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലിയ കർത്താവ്, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന. സ്വർഗമെല്ലാവരെയും കരുതണം, അത്ഭുതം ജയമായി നടത്തണം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. പുതുവർഷക്കാലം പുതിയത് കർത്താവ് ചെയ്യണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.